ഈ വൃത്തികെട്ടവനെ നോക്കി വെച്ചോ. ഇവനൊക്കെ എവിടെയെങ്കിലും റോട്ടിൽ വീണ് കിടന്ന് കണ്ടു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ നിങ്ങൾ വെള്ളം കൊണ്ട് കൊടുക്കണം. വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് ഈ ചെറ്റനോട് നിങ്ങൾ പറയണം, ഞാനൊരു മുസ്ലിമാണേ, നീ ചാവാൻ പോവുകയാണെങ്കിൽ ഈ വെള്ളം നീ കുടിക്കുമെന്ന് ചോദിക്കണം. നമ്മൾ തുടക്കത്തിൽ കണ്ടില്ലേ ആ സംഭവം തന്നെ. ഈ പറഞ്ഞ മുറാദാബാദിൽ ഒരു ഫ്ലാറ്റിൽ 450 ഹിന്ദു കുടുംബങ്ങളുള്ള ഒരു ഫ്ലാറ്റിൽ ഒരു ഹിന്ദു കുടുംബം അവരുടെ വീട് ഒരു മുസ്ലിം ഡോക്ടറിന്, ഒരു ലേഡി ഡോക്ടറിന് വിറ്റ സമയത്ത് അതിനെതിരെ അവിടുത്തെ ഹൗസിംഗ് കോളനിയിലെ പിശാചുക്കളായിട്ടുള്ള സ്ത്രീകൾ സമരം ചെയ്യാൻ വന്നതാണ്. മുസ്ലിം വീട് കൊടുക്കാൻ പാടില്ല, അവർ ഞങ്ങളുടെ സമാധാനം തകർക്കുന്നും പറഞ്ഞിട്ട്. അതാണ് കഥ. അപ്പോൾ ഈ കഥ നമ്മുടെ നാട്ടിലെ മലയാളികളായിട്ടുള്ള 2 ചാണക സിംഹങ്ങൾ, അതല്ലെങ്കിൽ ചാണക പിശാചുക്കൾ അതിനെ വെള്ള പൂശിയിട്ട് അവന്മാരുടെ ചാനലിൽ വന്നിട്ട് ചിലയ്ക്കുന്നുണ്ട്. പച്ച വർഗീയത. അതങ്ങനെ തന്നെ വേണം, അതങ്ങനെ ആവാനുള്ള കാരണം മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ വരെ അങ്ങനെ നടക്കുന്നതും പറഞ്ഞിട്ട് ഇവന്മാരതിനെ ഗ്ലോറിഫൈ ചെയ്ത് വരുന്നുണ്ട്. ആ വൃത്തികെട്ട 2 ഡാഷുകളുടെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ചിരിച്ചുകൊണ്ട് വർഗീയത, പച്ച വർഗീയത പറയുന്ന, ഇസ്ലാമോഫോബിയ സംസാരിക്കുന്ന 2 മലയാളികളെ കാണിച്ചത് നിങ്ങൾക്ക്. 2 പേരും കുത്തിയിരുന്നിട്ട് ചിരിച്ചുകൊണ്ട് കഴുത്തറുത്തോണ്ടിരിക്കുകയാണ്. ഇവന്മാരെ വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. എന്തായാലും കാണു നിങ്ങൾ. ഒരു ഹിന്ദു ഡോക്ടർ മുസ്ലിം ഡോക്ടർക്ക് വീട് വിറ്റു. ആ വീട് വിറ്റത് അനുവദിക്കാൻ പറ്റില്ല എന്ന് ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ. ഈ സംഭവം നടക്കുന്നത് മൊറാദാബാദിലെ ഒരു പോഷ് കോളനി ഉണ്ട്, സമ്പന്നര് താമസിക്കുന്ന TDI സിറ്റി ഹൗസിംഗ് സൊസൈറ്റി. അത് കാന്ത് റോഡിലാണ്. അവിടെ ഡോക്ടർ അശോക് ബജാജ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ വീട് ഡോക്ടർ ഇക്ര ചൗധരി എന്ന് പറയുന്ന ഒരു മുസ്ലിം ഡോക്ടർ, വനിതാ ഡോക്ടർക്ക് വിറ്റു. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് UP മൊറാദാബാദിൽ ഒരു സമ്പന്നരുടെ ഹൗസിംഗ് കോളനി, 450ഓളം വീടുകളുള്ള ഒരു ഹൗസിംഗ് കോളനി. അവിടെ ഒരു ഹിന്ദു ആയിട്ടുള്ളൊരു ഡോക്ടർ തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് തൻ്റെ ഫ്രണ്ടോ ആയിട്ടുള്ളൊരു മുസ്ലിം ഡോക്ടറിന് അവിടെ പുള്ളിയുടെ വീട് വിറ്റു. ആ വിറ്റതാണ് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യം. അപ്പം ഈ ഒരു കാര്യം വളരെ നൈസായിട്ട് എന്താ പറയുക, ഒരു ഇസ്ലാമോഫോബിയ വെച്ചുകൊണ്ട്, അതായത് ഒരു വർഗീയത ഈ നമ്മുടെ മലയാളികളുടെ ഉള്ളിലോട്ടും കൂടെ കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ചാനൽ, ഈ ചാനലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ ചാനലിലുള്ള സുനിൽ എന്നാണ് തോന്നുന്നുണ്ട് ഈ പറഞ്ഞ അവതാരകൻ്റെ പേര്, മറ്റാളുടെ പേര് എനിക്കറിയില്ല. അപ്പം ഇവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ വെള്ള പൂശിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് വീട് കൊടുക്കാൻ പാടില്ല, അവന്മാരെ മാറ്റി അകറ്റി നിർത്തണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ കേരളത്തിൽ വന്നിട്ടാണ് ആലോചിക്കണം. ഈ നോർത്ത് ഇന്ത്യയിലെ ഈ ചാണക പുഴുക്കൾ കാണിക്കുന്ന ചെറ്റത്തരത്തിനെ വെള്ള പൂശിക്കൊണ്ട് അത് വേണം, അങ്ങനെ തന്നെ ആവണം എന്ന് സംസാരിക്കണമെങ്കിൽ ഇവന്മാരുടെ ഉള്ളിലുള്ള വർഗീയത എത്ര ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങൾ ബാക്കി കൂടെ കേൾക്ക്. ബാക്കി ഈ വീഡിയോ കഴിയുന്ന സമയം കൊണ്ട് ഇവൻ്റെ ഒന്നും മുഖത്തുനിന്ന് കൈയെടുക്കാൻ തോന്നാത്ത അവസ്ഥയിലോട്ട് ഇവൻ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കേക്ക്. ഞങ്ങളോട് ആലോചിക്കാതാണ് വിറ്റത്, അതുകൊണ്ട് ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദം തകരും, മുസ്ലിം ബന്ധം. അതുകൊണ്ട് ഈ ഡോക്ടർ അശോക് ബജാജ് ഈ വിൽപ്പന റദ്ദാക്കണം. വലിയ പ്രക്ഷോഭമാണ്. 450 വീട്ടുകാരിറങ്ങി സമരം ചെയ്യുകയാണ്. അവർ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ ഭരണകൂടത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് മുസ്ലിങ്ങളൊന്നും ഇല്ല, ഇനി മുസ്ലിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരൊരുപാട് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവും. പിന്നെ ഞങ്ങളൊക്കെ ഇവിടുന്ന് പോകേണ്ടി വരും, ഞങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ സംസ്ഥാനത്ത് ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം ഒരു മുസ്ലിം വരും, പിന്നെ പിന്നാലെ ആളുകൾ വരും, അങ്ങനെ വിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനം ഞങ്ങൾ ഓടിപ്പോകേണ്ടി വരും. ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഹൗസിംഗ് കോളനിയിൽ മുസ്ലിം വേണ്ട. മുസ്ലിമിനെ പേടിയാണ്, മുസ്ലിമിനെ പേടിയാണെന്നാണ് ഇവരും പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കട്ടെ. അപ്പൊ നമുക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് ചോദിക്കും, ഇത് മുസ്ലിം ആയെന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ലേ, ഇതെന്തൊരു കഷ്ടമാണ്, ഈ പറയുന്നത് നീതിയില്ല എന്നൊക്കെ തോന്നും. ശരിയാണ്, നീതിയില്ല. നമ്മുടെ രാജ്യത്ത് ആർക്കും എവിടെയും താമസിക്കാനും, എവിടെ സ്ഥലം വാങ്ങാനും, എവിടെ വീട് വെക്കാനും, ആർക്ക് വീട് വെക്കാനും, ആരുടെ വീട് വാങ്ങാനും നമുക്ക് അവകാശമുണ്ട്. പക്ഷേ സമീപകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവം
പോയി. അത് വലിയ പ്രശ്നമാണ്. ഇനി ഇത് മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ പാല എന്ന് പറയുന്ന ഒരു നഗരം, കോട്ടയത്തെ പാലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ, കുറെ സ്ഥാപനങ്ങളുണ്ട്. അവിടുത്തെ മിക്ക വീട്ടുകാരും അവരുടെ വീടിന്റെ ഒരു ഭാഗം ഹോസ്റ്റലാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ മാത്രം ഉണ്ടായിരുന്നു. അവിടെ മറ്റു മതവിഭാഗക്കാർ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവിടുത്തെ ഒരു ചെറിയ കടമുറി ഒരാൾ വാടകയ്ക്ക് എടുക്കുന്നു. എന്നിട്ട് ഈ കടമുറിയെ പതുക്കെ ഒരു ചെറിയ മുസ്ലിം ആരാധനാ കേന്ദ്രമാക്കുന്നു. ഈ ആരാധനയ്ക്ക് എത്തുന്ന ആരാധനയോ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. സത്യത്തിൽ ഈ എഞ്ചിനീയറിംഗ് അതാ ശരിക്കും ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് തുടങ്ങുകയും, പക്ഷെ അവിടെ വരുന്നത് വണ്ടിയിൽ വരുന്ന ആളുകൾ വന്ന് നിസ്കരിച്ചിട്ട് പോകുന്നു. അപ്പൊ അവിടുത്തുകാരല്ല, അത് അവിടുത്തെ ആളുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മാറ്റിയിട്ട് അടുത്തൊരു കടമുറി കൂടി ചോദിക്കുന്നു. അത് ചോദിക്കുന്ന വാടകയ്ക്കല്ല, പൈസയ്ക്കാ. അപ്പൊ പൈസ കിട്ടിയാൽ അതിനെ മാറ്റാം. പൈസ കിട്ടുന്നത് പൈസ എന്ന് വെറുതെയല്ല, നിങ്ങൾ ചോദിക്കുന്ന പൈസയാണ്. അതായത് ചോദിക്കുന്ന പൈസ. ഇതാണ് ഇവർ പറയുന്നത്. അതായത് പല്ലവി പറഞ്ഞില്ലേ, ഈ പല്ലവി പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു, എനിക്കൊരു ഭാഗത്തോടും ശത്രുതയില്ല, പക്ഷേ ഇവിടുത്തെ സിസ്റ്റം മാറും. സിസ്റ്റം മാറും. എങ്ങനെയുണ്ട് ഇവരുടെ കണ്ടെത്തലാ? അതായത് പാലയിൽ ഒരു സ്ഥലത്ത് ഒരു ചെറിയ കടമുറി വാടകയ്ക്ക് എടുക്കുന്നു, അതൊരു പള്ളിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അവിടെ ആളുകൾ വന്ന് നിസ്കരിക്കുന്നു. ഇപ്പം അടുത്ത കടമുറി ചോദിക്കുന്നു, എത്ര പൈസക്ക് വേണമെങ്കിലും എടുക്കാം, അവിടെ പള്ളിയാക്കണം, സിസ്റ്റം മാറ്റുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ സോറി കേട്ടോ, വൃത്തി കെട്ടവന്മാരെ, ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചു നോക്കട്ടെ. ഈ രാജ്യത്ത് കഴിഞ്ഞൊരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലടാ. ഹിന്ദുവിന് സ്ഥലം വാങ്ങാം, ക്രിസ്ത്യന് സ്ഥലം വാങ്ങാം, മുസ്ലിമിന് സ്ഥലം വാങ്ങാം, അവിടെ പള്ളി ഉണ്ടാക്കാം, അവിടെ വീടുണ്ടാക്കാം, അവിടെ കട ഉണ്ടാക്കാം, അവിടെ എന്ത് തേങ്ങ മണ്ടി വേണമെങ്കിലും ഉണ്ടാക്കാം. അവിടെ കൂടുതൽ ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവർ അമ്പലം വെക്കും, അവർക്കൊരു സൊസൈറ്റി വരും, അല്ലെങ്കിൽ അവർ അമ്പല കമ്മിറ്റി കാര്യങ്ങൾ, ഉത്സവം കാര്യങ്ങൾ അതൊക്കെ നടത്തും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ ഉണ്ടാവും. മുസ്ലിങ്ങൾ തോനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കും, അവിടെ പള്ളിയിൽ മുസ്ലിങ്ങൾ വരും, അവർ നിസ്കരിക്കും. പോട്ടെ, ക്രിസ്ത്യാനികളാണെങ്കിൽ ചർച്ച് ഉണ്ടാക്കും, അവർ വരും പോവും. അതിന് എന്താ അവിടെ പ്രശ്നം? അവിടെ ആർക്കാണ് ഇവിടെ കുത്തിക്കഴപ്പ്? നിനക്കൊക്കെയാണോ കുത്തിക്കഴപ്പ്? ഈ നാട്ടിൽ, ഈ കേരളത്തിൽ മുസ്ലിങ്ങളൊരു സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ച് പള്ളി വെക്കുന്നത്, ഹിന്ദുക്കളൊരു സ്ഥലത്ത് പള്ളി വെക്കുന്നത് നിനക്കൊക്കെ കുത്തിക്കഴപ്പാണോ? അതേ സ്ഥാനത്ത് അവിടെ ഒരു അമ്പലം, പുതിയൊരു അമ്പലം പണിതിരുന്നെങ്കിൽ നീയൊക്കെ വന്നിട്ട് ഇങ്ങനെ ചാനലിൽ വന്നിട്ട് ഇമ്മാതിരി ചിലയ്ക്കും ഇല്ലല്ലോ. അപ്പൊ നിന്റെയൊക്കെ ഉള്ളിലെ വൃത്തികെട്ട ചെറ്റ വർഗീയവാദം എത്രത്തോളം ഉണ്ട് നീ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നീയൊക്കെ തനി സംഘി എന്നല്ല, നിന്നൊക്കെ പച്ച ചാണക നാറികൾ എന്നല്ലേ വിളിക്കേണ്ടതാ. മുസ്ലിങ്ങൾ വീട് വെക്ക്, പള്ളി വെക്ക്, എന്തെങ്കിലും ചെയ്തോട്ടെ. അവിടെ പള്ളി വെച്ച് നേരിച്ചിട്ട് അവിടെ നിന്റെയൊക്കെ വീട്ടിൽ കയറിയിട്ട് ഉണ്ടാക്കാൻ വരുന്നില്ലല്ലോ. പിന്നെ എന്താ നിന്റെയൊക്കെ പ്രശ്നം? ഈ പറഞ്ഞ മുസ്ലിം ആരാധിക്കുന്ന ആൾക്കാരല്ലേ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കാൻ വരുന്നു. അവർ നിസ്കരിച്ച് പോയിക്കോട്ടെ, നിന്റെ കണ്ണാക്ക് തള്ളാൻ വരുന്നില്ലല്ലോ. പിന്നെ എന്താ നിന്റെയൊക്കെ പ്രശ്നം? എന്താണ് നീ ബാക്കി പറ. നമ്മൾ മുറാദാബാദിലോട്ട് പോവാ. നീ ഇവിടെ കിടന്ന് ഒരുപാട് നകളിക്കണ്ട. ഇവിടുത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ട് അറിയാം. നിന്റെ പച്ച ചെലവാദം നിർത്താദ്യം. നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണ്, മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരായിട്ട് കാട്ടാം. പക്ഷെ നമ്മൾ ആർക്കും മുസ്ലിം സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ സിഖുകാരെ ഒന്നും നമ്മളാരും മാറ്റി നിർത്തും. നമുക്ക് ഇവരെല്ലാം സുഹൃത്തുക്കളുണ്ടല്ലോ. നമ്മൾ അവരോട് സഹവർത്തിക്കുന്നവരാണ്, അവരുടെ കൂടെ സഞ്ചരിക്കുന്നവരാണ്, അവരുടെ കൂടെ ആഹാരം കഴിക്കുന്നവരാണ്, അവരുടെ കൂടെ ഉറങ്ങുന്നവരാണ്, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നവരാണ് ഒക്കെയാണ്. പക്ഷേ അവർ നമ്മളെ പോലെയല്ല. അവർ ഈ മുസ്ലിങ്ങളെ കുറിച്ച് പൊതുവെ പറയുന്നത് കാര്യമില്ല, അവരെല്ലാം ഡിഫറൻ്റ് ആണെന്ന് കാണിക്കും. നമ്മൾ മുണ്ട് വലത്തോട്ട് കൊടുത്താൽ അവർ മുണ്ട് ഇടത്തോട്ട് കൊടുക്കും. ഞാൻ പണ്ടൊരിക്കൽ ഒരു വായിച്ചിട്ടുണ്ട്, ബഷീറിന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ഓർമ്മക്കുറിപ്പുകളുടെ ഒരു ഭാഗം. ബഷീർ മുണ്ടെടുത്ത് സാധാരണ എല്ലാവരും കൊടുക്കുന്ന വലത്തോട്ട് കുത്തി കൊടുത്തപ്പോ ബഷീറിന്റെ ബാപ്പ പറഞ്ഞു, നീ അങ്ങനെ കൊടുക്കരുത്, നമ്മൾ കാഫറുകൾ ചെയ്തതിന് എതിരായിട്ട് വേണം ചെയ്യാൻ. ഉടനെ ബഷീർ അന്ന് കുട്ടിയെ അടുത്തപ്പോ ചോദിച്ചത്, അപ്പൊ കാഫറുകൾ കൊണ്ട് വാവണ്ടല്ലേ പാപ്പ ആഹാരം കഴിക്കുന്നത് എന്ന് ചോദിച്ചു വന്നു. ബഷീറിന്റെ സ്വന്തം അനുഭവങ്ങളുടെ പുസ്തകത്തിലുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഞങ്ങളൊരു വേറിട്ട സമൂഹമാണ് എന്ന് ബോധിപ്പിക്കാൻ ആഹാര രീതി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കില്ല, ഹലാലേ കഴിക്കൂ. വസ്ത്രധാരണം, നിങ്ങളെ പോലെ ഞങ്ങൾ വസ്ത്രം കഴിക്കില്ല. എന്തിന്? പ്രാഥമിക കൃത്യങ്ങൾ, മലമൂത്ര വിസർജനം നടത്തുന്നതിന് പോലും നിയമങ്ങളുണ്ട്. അതെ. അപ്പൊ മൊത്തത്തിൽ മറ്റുള്ളവരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഞങ്ങളൊരു വേറിട്ട ഗ്രൂപ്പാണ് എന്ന് പറയാം. ഇൻക്ലൂസീവ് അല്ല. എൻ്റെ പൊന്നു പച്ച വർഗീയവാദി, നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ. മുസ്ലിങ്ങള് മുണ്ട് വലത്തോട്ടൊടുക്കുക ഇടത്തോട്ടൊടുക്കുക, അതല്ലേ നിന്റെ പ്രശ്നം? ഞാൻ ചോദിച്ചു നോക്കട്ടെ, മുസ്ലിങ്ങൾ മുണ്ട് വലത്തോട്ടെടുത്തോ, അതെവിടെ നിനക്ക് പ്രശ്നം വരുന്നത്?
നീ രാവിലെ കുറി തൊട്ട് വൈകിട്ട് ഭസ്മം തൊട്ട് ഉച്ചക്ക് പൊട്ട് തൊട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിൻ്റെ പേരിൽ വിശ്വാസമായിരിക്കാം, അത് ശാസ്ത്രമായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ. എന്തിന് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണം ബാക്കിയുള്ളവരെന്ന്? മുസ്ലിം മുണ്ട് വലത്തോട്ട് കൊടുക്കുന്നതും നീ പൊട്ട് തൊട്ട് കൊറി തൊട്ട് ചന്ദനം തൊട്ട് നടക്കുന്നതും സെയിം അല്ലേ? അത് നീ ഡിഫറെൻ്റ് ആവില്ലേ? നീ പറഞ്ഞ ഗ്രൂപ്പ് ഒന്ന് ഡിഫറെൻ്റ് ആക്കണം നിനക്ക് തോന്നുകൊണ്ടല്ലേ നീ ഇടുന്നത്. അതിന് മുസ്ലിങ്ങൾ ചോദ്യം ചെയ്യാൻ വരുന്നുണ്ടോ? മുസ്ലിം മുണ്ട് വലത്തോട്ട് എടുത്തത് കൊണ്ട് ഞങ്ങൾ ഡിഫറെൻ്റ് ആണ് കാണിക്കണം, അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ എന്തോ പ്രത്യേക. അതേപോലെ തന്നെ ഹിന്ദുക്കളായിട്ടുള്ള നിങ്ങളും പ്രത്യേകത കാണിക്കാനാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ രണ്ടു കൂട്ടർക്കും വിശ്വാസം ഉണ്ടോ? ഹിന്ദുക്കൾക്ക് മാത്രമല്ലടോ വിശ്വാസം, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വിശ്വാസമുണ്ട്. ഈ പറഞ്ഞ പള്ളിയിലച്ചന്മാർ ലോഹം ഇടും, കന്യാസ്ത്രീകളുടെ അവരുടെ ഡ്രസ്സ് ഇടും. എന്തേ ഡിഫറെൻ്റ് കാണിക്കണ്ട? ഞങ്ങൾ പള്ളിയിലച്ചനായിക്കോട്ടെ കന്യാസ്ത്രീകളായിക്കോട്ടെ ഞങ്ങൾ നോർമൽ ഡ്രസ്സ് ഇട്ട് നടക്കും. എന്താ തീരുമാനിക്കാത്തത്? ഓരോന്നിനും ഓരോ വിശ്വാസം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ത്യ മതേതര രാജ്യമായത്. ഇന്ത്യ നിൻ്റെയൊക്കെ പട്ടിക്കാട്ടം രാജ്യമാവാത്തതിൻ്റെ കാരണം അതുകൊണ്ടാണ് കേട്ടോ. കഴിഞ്ഞ 10-12 കൊല്ലം കൊണ്ട് എപ്പം മുതലാണോ ഈ രാജ്യം താടിജി നമ്മുടെ വിശ്വപുരുഷൻ വിശ്വ നേതാവ് സ്വയം പൊക്കി സ്വയം നിർമ്മിത ദൈവം എന്നാണോ രാജ്യം ഭരിക്കാൻ തുടങ്ങിയത്, അന്നൊക്കെയാണോ ഇങ്ങനത്തെ വേർതിരിവും കാര്യങ്ങളും ആൾക്കാർ പറഞ്ഞ് മുന്നോട്ട് വരാൻ തുടങ്ങിയത്. അതിനു മുമ്പും ക്രിസ്ത്യാനികൾ എന്താ പറയുക ലോഹം ഇട്ടിരുന്നു, മുസ്ലിങ്ങൾ മുണ്ട് വലത്തോട്ട് ഉടുത്തിരുന്നു, ഹിന്ദുക്കൾ പൊട്ട് തൊട്ടിരുന്നു. അന്ന് ആരും ഇതൊന്നും കമ്പയർ ചെയ്യാൻ വന്നിട്ടില്ല ചാനലിൽ കുത്തിരുന്നിട്ട്. പിന്നെ നീ എന്ത് വർത്താനാ നീ പറയുന്നത്? നീ ബാക്കി പറഞ്ഞാൽ കേൾക്കട്ടെ. ഇത്ര വൃത്തികേട് പറയാൻ പച്ചക്ക് വന്ന് മലയാളിയായിട്ടുള്ള നീയൊക്കെ ഇങ്ങനെ വന്ന് വൃത്തികേട് പറയുന്നുണ്ടെങ്കിൽ എടാ നീയൊക്കെ ചാവാൻ കിടക്കുന്ന നേരത്ത് എവിടെങ്കിലും വല്ല ആക്സിഡന്റിൽ പെട്ടിട്ട് ചോര വാർന്ന് ചത്ത് കിടക്കാൻ നേരത്ത് ഒരു മുസ്ലിം വന്ന് വെള്ളം തന്നാൽ നീ കുടിക്കുമോ? നീ കുടിക്കണ്ടായിരിക്കില്ല അല്ലേ? നീ പേര് ചോദിക്കും, നീ ജാതി ചോദിക്കും. മുസ്ലിം ആണെങ്കിൽ എനിക്ക് വെള്ളം വേണ്ട ഞാൻ ചത്തോളാം എന്ന് വേണം നീ പറയുമായിരിക്കില്ല അനിലേ, അല്ലേ? അതായിരിക്കും നീ പറയുന്നത് അല്ലേ? നിന്നൊക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കിയവരെ പറയണം. എല്ലാത്തിൻ്റെ ഞങ്ങൾ എക്സ്ക്ലൂസീവ് ആണെന്ന് ഭാവിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. സംതിങ് ഡിഫറെന്റ് എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ അവരുടെ വിശ്വാസം മതപരമായ ജീവിത രീതി മറ്റുള്ളവരെ പോലെ അല്ല ഞങ്ങൾ എന്ന് പ്രകടമായി എല്ലായിടത്തും നടപ്പിൽ, വേഷത്തിൽ, ആചാരങ്ങളിൽ, ഭക്ഷണത്തിൽ എല്ലാത്തിലും വി ആർ ഡിഫറെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് സ്വഭാവം കാണിക്കുന്ന സ്വഭാവം ഉണ്ട്. അത് നല്ലതാണെന്ന് പറയാൻ പറ്റും. കാരണം ഇപ്പൊ ആരാധനാലയങ്ങൾ കാർജി എടുത്താലോ ക്രിസ്തീയ അല്ലെ ഹിന്ദുക്കൾ എല്ലാവരും പോകും, പക്ഷെ പള്ളികളിലോ മുസ്ലിംസുകൾ പോകുന്നില്ലല്ലോ, പോയില്ല. അപ്പൊ അവിടെ അവർ അടിച്ചമർത്തലാണെന്ന് പറയും അല്ലെ? അത് സമ്മതിക്കുന്നുണ്ടോ? അല്ല, ഇത് ഞാൻ പറഞ്ഞു വെച്ചാൽ അപ്പൊ എടാ എന്ത് വിവരം കെട്ട വർത്താനാണ് അത് ഈ പറയുന്നത്? ഓരോരുത്തർക്കും ഓരോരുടെ വിശ്വാസമല്ലേ? അതായത് ചില പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾ പോകുന്ന പള്ളികളുണ്ട്. നിങ്ങൾ അമ്പലത്തിൽ എല്ലാ അമ്പലത്തിലും പെണ്ണുങ്ങളെ കയറ്റുമോ? ശബരിമല പെണ്ണുങ്ങളെ കയറ്റുമോ? ഇല്ല. അതൊരു വിശ്വാസമാണ്. അത് വിചാരിച്ചിട്ട് എടാ നീ എന്താടാ ചാണകങ്ങളെ നിങ്ങളിത് സംസാരിക്കുന്നത്? ഇതാണോ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ? മുസ്ലിം വ്യത്യസ്തരാകുന്നു എന്ന് പറയുന്നത് ഇതാണോ? എല്ലാ മതത്തിലും വിശ്വാസം ഇല്ലടാ ഡാഷുകളെ, എല്ലാ മതത്തിലും ഇല്ലേ? എല്ലാ മതത്തിലും പല പല വിശ്വാസങ്ങളും പല പള്ളികളിലും ഈ മുസ്ലിം സ്ത്രീകൾ കയറില്ല, ചില അമ്പലത്തിൽ സ്ത്രീകൾ കയറില്ല, അവിടെ കയറില്ല. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ? ഇതൊക്കെയാണോ നീ കുട്ടി കോശി കൊണ്ടുവരുന്ന സംഭവങ്ങൾ? നീയൊക്കെ ചോറ് തന്നെ ഉണ്ടല്ലേ തിന്നുന്നത്, അതോ ചാണകമാണോ നീയൊക്കെ തിന്നുന്നത്? അറിയാണ്ട് ചോദിച്ചു പോവുക. നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ടാണല്ലോ, നീയൊക്കെ സ്റ്റുഡിയോയിൽ കുത്തിരുന്നിട്ടാണല്ലോ ഈ പച്ച ചെറ്റ വർഗീയത പറയുന്നത്. സംശയം എടാ ഇത് എന്താ പ്രശ്നം? ഇനിയിപ്പോ ഇവരുടെ ആശങ്ക ഒരുപക്ഷെ ഈ ഇക്ര ചൗധരിക്ക് വീട് വിറ്റു, നാളെ ഇക്ര ചൗധരിയുടെ വീട്ടിൽ ഇവർ ചിലപ്പോൾ ഹിന്ദുസ് ആയിരിക്കും, അവര് മാംസാഹാരം കഴിക്കാത്തവരായിരിക്കും, ഗോമാംസം ബീഫ് കഴിക്കാത്തവരായിരിക്കും, നാളെ അവിടെ ബീഫ് ഉണ്ടാക്കും, ഇതിന്റെ മണം പരക്കും. ആശങ്കകൾ ഒരുപാടുണ്ട്. ഇതിന്റെ ഇക്ര ചൗധരിക്ക് അവകാശമുണ്ട്, എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വെക്കാം, നാളെ അവിടെ ബന്ധുക്കൾ വരും, അവിടെ ഇത് കൂട്ട നമസ്കാരം നടക്കും, അതെന്റെ ഇഷ്ടമാണ്. അവിടെ ചിലപ്പോ കുറച്ച് പ്രോപ്പർട്ടി വീടിന്റെ സ്ഥലത്ത് നാളെ ഒരു ആരാധനാലയം ഉണ്ടായി വരാം, അവിടെ വാങ്കുവിളി വരാം. ഇങ്ങനെ ആശങ്കകളാണ്. ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നല്ല, ആശങ്കകളാണ്. മറ്റു പലയിടത്തും ഉണ്ടായതുകൊണ്ടല്ലേ? അതെ, അത് പറയുന്നു മറ്റു പലയിടത്തും ഉണ്ടായി, ഞങ്ങൾ ഒടുവിൽ വീട് വിട്ടു പോവേണ്ടി വരും. അല്ലടാ ഡാഷ് മക്കളെ, ഒരാള് അയാളുടെ വീട്ടിലോട്ട് കുടുംബക്കാർ വരുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹിന്ദുക്കളുടെ വീട്ടിലോട്ട് എൻ്റെ കുടുംബക്കാർ വരാറില്ലേ? നിങ്ങൾ പൂജാരിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാറില്ലേ? വീട്ടിൽ പൂജ നടക്കാറില്ലേ? വീടിൻ്റെ അകത്ത് പുതിയ അമ്പലങ്ങൾ വരാറില്ലേ? ആ അമ്പലത്തിൽ നിങ്ങൾ പാട്ട് വെക്കാറില്ലേ? എടാ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാടാ. യു പിയിൽ നടക്കാത്തടാ. ഊപ്പിയിൽ ഓഗിയും
ആ വൃത്തികെട്ട അവിടുത്തെ ഭരണാധികാരിയും അതിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള താടിജിയും ഇവന്മാർ അവിടെ പച്ച വർഗീയത ചലച്ച് സംസാരിച്ച് ഈ വൃത്തികെട്ട നിന്നെപ്പോലത്തെ അന്ധവിശ്വാസികളുടെ തലയിലോട്ട് ചാണകം കുത്തി കയറ്റി ചാണകം അല്ലാണ്ട് ഒരു മറ്റു നീ കാണൂല നീയൊക്കെ. അതുകൊണ്ടാണ് അവിടെ ഇതിനെതിരെ ഈ പറഞ്ഞ ചെറ്റകൾ സംസാരിക്കുന്നത്. അതിനെ കൂട്ടുപിടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത് വെളുപ്പിച്ച് നീയൊക്കെ കേരളത്തിൽ നിൽക്കേണ്ടത്. നീയൊന്നും ജീവിക്കാനേ അർഹന്മാരല്ലടാ ഈ കേരളത്തിൽ. സത്യം. നീയൊക്കെ വല്ല ഊപ്പിയിലും പോയിട്ട് ഊതിക്കൊണ്ട് ജീവിക്കുക. അതായിരിക്കും നിനക്കൊക്കെ ഏറ്റവും ബെസ്റ്റ്. എന്ത് വൃത്തികെട്ട ജന്മങ്ങളാണോന്നോ ഞാൻ നോക്കണം ഓരോ ഇവന്മാരുടെ ഡയലോഗ് കേൾക്കുമ്പോഴും. എന്നിവര് പറയുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, ഞാൻ ഈ മൊറാദാബാദിലെ ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങളൊന്നും പറയുന്നില്ല. ടൈംസ് ഓഫ് ഇന്ത്യ ഒരു ദേശീയ ദിനപത്രമാണ്, അവർ റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് നമ്മളിപ്പോ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതൊരു വല്ലാത്ത ആശങ്കയാണ്. നമ്മൾ ഇപ്പോൾ ഒരു നമ്മുടെ അടുത്തൊരു അയൽവാസി വന്നാൽ നമ്മൾ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും അവരെ സ്വീകരിക്കുന്നു, അവരെ പരിചയപ്പെടുന്നു, അവരോട് മിങ്കിൾ ചെയ്യുന്നു എന്നുള്ള കാലാവസ്ഥ മാറിപ്പോയിരിക്കുന്നു. അപ്പുറത്ത് വരുന്ന ആരാ? നമ്മൾ സംശയത്തോടെ നോക്കുകയാണ്. അവരാണോ? മുസ്ലിമാണോ? ബുദ്ധിമുട്ടായി നമുക്ക് എന്ന ഒരു മനോഭാവം ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഉണ്ടാവുന്നു. എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അവന്റെ എക്സ്പീരിയൻസ് ആണ് അല്ലെ, മറ്റു സ്ഥലങ്ങളിൽ അനുഭവങ്ങളാണ് അല്ലെ, അനുഭവങ്ങളാണ്. എനിക്ക് വലിയ സങ്കടമാണ്. എനിക്ക് ഇക്ര ചൗധരി എന്ന് പറയുന്ന ഈ മുസ്ലിം ഡോക്ടറോട് എനിക്ക് സഹാനുഭൂതിയുള്ളൂ. കാരണം അവര് എവിടെയടാ ഈ നാട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത്? വീടിൻ്റെ അടുത്ത് ഹിന്ദു വന്നാലും ക്രിസ്ത്യൻ വന്നാലും മുസ്ലിം വന്നു കഴിഞ്ഞാലും ഞങ്ങൾ പെട്ടു, അന്യമതസ്ഥന വന്നത് എന്ന് ചിന്തിച്ചിട്ട് അത് മുസ്ലിം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ഇല്ലാണ്ടായി ജീവിച്ച് അല്ല ചിന്തിച്ച് ജീവിക്കുന്ന ഈ പറഞ്ഞ ഊപ്പിയിലും ഹരിയാനയോ അല്ലാണ്ട് വേറെ എവിടെയുടെ കഴുതകളെ ഉള്ളത്? ചിലക്ക് എവിടെയുടെ കഴുതകളെ ഉള്ളത്? ഈ BJP ഭരിച്ച് വർഗീയത കുത്തിക്കയറ്റിയ സംസ്ഥാനങ്ങളിലല്ലാണ്ട് വേറെ എവിടെയുടെ ഡാഷുകളെ ഉള്ളത്? കേരളത്തിലുണ്ടോ? തമിഴ്നാട്ടിലുണ്ടോ? എടാ നീയൊക്കെ എന്ത് പച്ച വർഗീയതടാ വിളിച്ച് ചലച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സ്റ്റുഡിയോയും വെച്ചിട്ട് ഒരു ചെറ്റ സംഖ്യ ചാണക ചാനലും വെച്ചിട്ട് നീയൊക്കെ കിടന്ന് ചിലയ്ക്കുന്ന ചിലയുണ്ടല്ലോ. പച്ച വർഗീയത ഇങ്ങനെ ചിലയ്ക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നീയൊക്കെ തിന്നുന്നത് പച്ച തീട്ടായിരിക്കണം. പണം കൊടുത്തൊരു വീട് വാങ്ങി, പക്ഷെ അവരെ അവിശ്വസിക്കുന്നു. അതാണ് കാര്യം. എന്തുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളെ മറ്റു സമുദായക്കാർ അവിശ്വാസത്തോടെ കാണുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അതിന് നിങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇസ്ലാമോഫോബിയ അല്ല. ഈ പല്ലവി എന്ന് പറയുന്ന ഈ മൊറാദാബാദിലെ സ്ത്രീ പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്, എനിക്കൊരു മതത്തോടും ശത്രുതയില്ല. എന്റെ പ്രശ്നം എന്റെ ഹൗസിംഗ് കോളനിയിലെ സിസ്റ്റം മാറ്റിക്കളയും. ഇതാണ് പ്രശ്നം. നമ്മളൊരു റിത്തത്തിൽ ഒരു താളത്തിൽ നമ്മുടെ ജീവിതം പോയിക്കോട്ടെ. നമ്മളൊരു ഹൗസിംഗ് കോളനി 450 വീടുണ്ട്. നമ്മളൊരു സമാധാനപരമായി നമ്മളൊരു താളത്തിൽ നമ്മുടെ ജീവിതം പോകുന്നു. അവിടെ ഇടപെടുന്നു, അതിനെ അട്ടിമറിക്കുന്നു, അവിടെ വേറെ സിസ്റ്റം വരുന്നു. സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലത്തോട്ട് 450 വീടുകളുള്ള ഒരു സ്ഥലത്തോട്ട് ഒരു മുസ്ലിം വീട് വന്നു കഴിഞ്ഞാൽ അവിടെ സമാധാനം നഷ്ടപ്പെടും. ഇതാണ് നിന്റെ കണ്ടെത്തൽ അല്ലേ? വളരെ നന്നായിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. എവിടെയടാ എന്ത് പറയാനടാ നിന്നോടൊക്കെ? പച്ച വർഗീയത പറയാൻ ഈ വൃത്തികെട്ടവനെ നോക്കി വെച്ചോ. ഇവനൊക്കെ എവിടെയെങ്കിലും റോട്ടിൽ വീണ് കിടന്ന് കണ്ടു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ നിങ്ങൾ വെള്ളം കൊണ്ട് കൊടുക്കണം. വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് ഈ ചെറ്റനോട് നിങ്ങൾ പറയണം, ഞാനൊരു മുസ്ലിമാണേ, നീ ചാവാൻ പോവുകയാണെങ്കിൽ ഈ വെള്ളം നീ കുടിക്കുമെന്ന് ചോദിക്കണം. കുടിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണം. വീഡിയോ എടുത്ത് നിങ്ങൾ അത് പോസ്റ്റ് ചെയ്യണം. അതല്ല ഈ ചെറ്റ വേണ്ട, മുസ്ലിം ആണോ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഞാൻ എല്ലാവരോടാണ് പറയുന്നത്. ഇവനെപ്പോലത്തെ ചെറ്റകളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തിരിച്ചറിയണം. ഈ വക ചെറ്റകൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടല്ലേ നിങ്ങൾ? ഇതാണ് സാധനം. ഇവൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നാളെ 5-10 വീടുകൾ പല്ലവി പോയി, ഇക്ര ചൗധരി വന്നു, അശോക് ബജാജ് വിറ്റതുപോലെ 4 ചിലപ്പോൾ അശോക് ബജാജിന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വേറൊരാൾ ഇക്ര ചൗധരിയുടെ വീട്ടിൽ ബീഫ് ഉണ്ടാക്കുന്നു, മാംസത്തിന്റെ മണം വരുന്നു, അവിടുന്ന് പ്രാർത്ഥനകൾ വരുന്നു. ഇത് അസ്വസ്ഥനായിട്ട് അടുത്ത വീട്ടുകാരൻ വിൽക്കുന്നു, അവിടെയും വരുന്നു. ഒരു 5-10 മുസ്ലിം ഫാമിലികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഇവർ ആശങ്കപ്പെടുന്നു. ഇതെന്തുകൊണ്ട്? ഇത് നമ്മൾ അഡ്രസ് ചെയ്യണം. ഇത് പറയുമ്പോഴും നമ്മൾ വർഗീയത പറയുകയാണെന്ന് പറയുന്ന വിവരദോഷികളോട് എനിക്ക് പരമപുച്ഛമാണ്. ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തില് നിന്നോട് നിനക്ക് പരമപുച്ഛമാണ്, നിന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്ന നീ പരമപുച്ഛമാണെങ്കിൽ നിന്നെ കാണുമ്പം തൂറാനടാ തോന്നുന്നത് ഞങ്ങൾക്ക്. നിനക്ക് പുച്ഛമാണെങ്കിൽ
നിന്നോട് സഹതാപവും, നിന്നെ കണ്ടു കഴിഞ്ഞാൽ തീട്ടം വാരി എറിയാനാ തോന്നുക. പച്ചക്ക് വർഗീയത, ചെറ്റ വർഗീയത നാറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നൊക്കെ ഉണ്ടല്ലോ അടിച്ചൊതുക്കാനാ തോന്നിപ്പോവുക. ഈ പറഞ്ഞ യു പിയിലും ഹരിയാനയിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലൊക്കെ ഈ ചെറ്റ പരിപാടി നടക്കുന്നുണ്ട്. ഈ കേരളത്തിലെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഈ നാട്ടിലെ ആൾക്കാരുടെ മനസ്സിലോട്ട് നീയൊക്കെ കുത്തിക്കയറ്റണ ഈ വർഗീയവാദം ഉണ്ടല്ലോ, എടാ ഡേഷേ, നിന്നൊക്കെ വെറും തീട്ടത്തിലെ പുഴയുടെ വില പോലും തരാൻ തോന്നില്ല. നീ പുച്ഛിച്ചോ, നീ ആരെ വേണമെങ്കിലും നീ പുച്ഛിച്ചോ, നീ ഇവരൊക്കെ പുച്ഛിക്കടാ, എന്നൊക്കെ പുച്ഛിക്ക് നീ. പക്ഷേ ആ ഒരു വില പോലും നിനക്ക് തരാൻ പറ്റുന്നില്ലടാ. തീട്ടത്തിലെ കൃമിയോട് പോലെ നിന്നെ ഉപമിക്കാൻ തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ മുറാദാബാദിൽ ഈ ഒരു പ്രശ്നം. അവിടുത്തെ ഒരു വിവരവും ഇല്ലാത്ത, നാണമില്ലാത്ത ഈ അവിടുത്തെ സ്ത്രീകളാണ്, അവിടുത്തെ പുരുഷന്മാരല്ല അതിനെതിരെ ഇറങ്ങിയത്. അവിടെ ഒരു മുസ്ലിം അതും ഒരു ലേഡി ഡോക്ടറാണ്. ഈ ഒരു ലേഡി മുസ്ലിം ഡോക്ടറിന് വീട് വിറ്റ സമയത്ത് അവിടുത്തെ സ്ത്രീകൾ വന്നിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ വെള്ള പൂശുന്നത് അത് മുസ്ലിം ആയതുകൊണ്ടാണ്. അവരിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അവരടുപ്പിക്കരുത്. നമ്മുടെ നാട്ടിൽ പോലും മുസ്ലിങ്ങളാണ് അടുത്ത വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കുന്ന നാടാണ് കേരളം എന്ന് വരെ പറയാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിന്നൊന്നും പെറ്റിട്ടതല്ല. നീയൊക്കെ വെറും വളി കൂടെ വന്നിട്ടുള്ള ജന്മങ്ങൾ മാത്രമാണ് നീയൊക്കെ. അതല്ലെങ്കിൽ പറ, ഈ കാര്യത്തിന് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ പറ. ഇവനൊക്കെ എന്താ ചെയ്യുക? ഇവരൊക്കെ എന്ത് ചെയ്യാനാ അല്ലേ? കഷ്ടം. തൂറി ജീവിച്ചൂടെ? അത് കഴിച്ചെങ്കിലും ജീവിക്ക്. ഇങ്ങനെ വന്ന് പച്ചവർഗീയത പറയാണ്ടിരിക്കുക നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഇടയിലെങ്കിലും പ്ലീസ്.